നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും നമ്മളൊന്ന് നിർത്തി ചിന്തിച്ചിട്ടുണ്ടാവൂലേ? എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാത്തത്? ഒരുപാട് സമയം നമ്മൾ ശ്രമിക്കും, ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷേ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നിപ്പോകും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കും, അല്ലേ? അവർക്കെങ്ങനെ ഇത്ര സ്മൂത്തായിട്ട് ജീവിതം പോകുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അവിടെ നമ്മൾ കമ്പാരിസൺ തുടങ്ങുകയും ചെയ്യുന്നു. സത്യത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ പുറത്തു ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം കൊണ്ടല്ല. അത് തുടങ്ങുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും നമ്മുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു പവർഫുൾ കൺസെപ്റ്റാണ് മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും. ഇതൊരു മാജിക് ഒന്നുമല്ല. ഇത് നമ്മൾ ശരിയായി മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ വിസിബിൾ ചേഞ്ചസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ്. എന്താണ് മാനിഫെസ്റ്റേഷൻ? മാനിഫെസ്റ്റേഷൻ എന്നത് സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ റിയാലിറ്റിയായി മാറുന്ന പ്രോസസ്സാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻറ് എപ്പോഴും ചിന്തിക്കുന്നു, എനിക്ക് മാത്സ് പഠിക്കാൻ കഴിയില്ല, എനിക്ക് പാസ്സാവാൻ ആകില്ല. അവൻ പഠിക്കാനിരുന്നാലും കോൺഫിഡൻസ് ഇല്ലാത്തതിനാൽ പെർഫോമൻസ് കുറയുന്നു. അവസാനം അവൻ ഫെയിൽ ചെയ്യുന്നു. ഇപ്പോൾ മറ്റൊരു സ്റ്റുഡൻറ് ഇങ്ങനെ പറയുന്നു, എനിക്കിപ്പോൾ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞാൻ പഠിച്ചാൽ എനിക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അവൻ കൺസിസ്റ്റന്റ് ആയി ശ്രമിക്കുന്നു. അവസാനം സക്സസ് നേടുകയും ചെയ്യുന്നു. ഇവിടെ ഡിഫറൻസ് എന്താണ്? ചിന്തകൾ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും അതായി പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻസും അതേ എഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് എന്താണ് പറയുന്നത് അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ അതോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ ചിന്തിക്കാറുള്ളത്? കമന്റ് ചെയ്യൂ. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഗോൾസിനെ എങ്ങനെ ക്ലിയർ ആക്കാം എന്നതാണ്. പലർക്കും ഡ്രീംസ് ഉണ്ടാകും, പക്ഷേ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എവിടെയും എത്തിപ്പെടാൻ സാധിക്കില്ല. എനിക്ക് സക്സസ് വേണം എന്ന് പറയുന്നത് ഈസിയാണ്, പക്ഷേ സക്സസ് എന്നത് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകില്ല. ഒരു ചെറിയ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യൂ. നിങ്ങൾ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു, ഒരു ബസ് വന്നു. നിങ്ങൾ ഡ്രൈവറിനോട് പറയുന്നു, എവിടെയെങ്കിലും പോകാം. അവർ നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അതുപോലെ തന്നെ ജീവിതത്തിലും ഡയറക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എവിടെയും എത്തില്ല. അതുകൊണ്ട് ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിരിക്കണം, ടൈം ലിമിറ്റ് വേണം, ഇമോഷണലി കണക്റ്റും ചെയ്യണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ അടുത്തൊരു വർഷത്തിനുള്ളിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആകും. ഇതുപോലെ ക്ലിയർ ഗോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അതിന് വേണ്ട വഴി കണ്ടെത്താൻ തുടങ്ങും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ. ഡെയിലി ലൈഫിൽ എങ്ങനെ ഉപയോഗിക്കാം? എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നത്? ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. നിങ്ങൾ എന്ത് എനർജിയാണ് ലോകത്തേക്ക് അയക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. നിങ്ങൾ എപ്പോഴും കംപ്ലൈന്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതലായി തന്നെ വരും. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ജീവിതം തന്നെ ഡിഫറൻ്റ് ആയി തോന്നും. അതുപോലെ തന്നെ നിങ്ങളുടെ രാവിലത്തെ മോർണിംഗ് റൂട്ടീനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നെഗറ്റീവായുള്ള കാര്യങ്ങളല്ല, പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. ഒരു 3 കാര്യങ്ങൾക്കെങ്കിലും നന്ദി പറയാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, എനിക്ക് ആരോഗ്യത്തോടെ ഉണരാൻ സാധിച്ചതിന് നന്ദി, എൻ്റെ കുടുംബം എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടീവായി ഇരിക്കുന്നതിന് നന്ദി. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി കണ്ടെത്തി നിങ്ങളുടെ മോർണിംഗ് ഭയങ്കര ഹാപ്പിയായി പോസിറ്റീവായി ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വരുന്നതാണ് ഈ നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്നത് നോർമലാണ്, എല്ലാവർക്കും വരും. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബിലീവ് ചെയ്യുന്നതാണ്. ഒരു നെഗറ്റീവ് തോട്ട് വന്നാൽ അത് സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ ചോദിക്കുക, ഇത് 100% സത്യമാണോ? അതിനുശേഷം റീപ്ലേസ് ചെയ്യുക, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. നമ്മുടെ മൈൻഡ് ഒരു ഗാർഡൻ പോലെയാണ്. നമ്മൾ എന്താണ് നട്ടു വളർത്തുന്നത് അതാണ് വളരുന്നത്. അതുകൊണ്ട് കോൺഷ്യസ്ലി പോസിറ്റീവ് തോട്ട്സ് ചൂസ് ചെയ്യണം. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു മാർഗമാണ്. പലരും വെയിറ്റ് ചെയ്യുന്നു ശരിയായ സമയം വരട്ടെ എന്ന്. പക്ഷേ സത്യം എന്തെന്ന് വെച്ചാൽ ശരിയായ സമയം ഇന്ന് തന്നെയാണ്. നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളുടെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യും.
നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ആക്ഷൻ എടുക്കുക, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് മോട്ടീവ് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഗോൾ കമന്റിൽ രേഖപ്പെടുത്തൂ. See you next video.